Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ചില സ്റ്റുഡൻസിന് സേ എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല. ആർക്കൊക്കെയാണ് സേ എക്സാം എഴുതാനായിട്ട് കഴിയാത്തത്, അതുപോലെ തന്നെ അവർക്ക് ഇനി എപ്പോഴാണ് അടുത്ത ചാൻസ് എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേ ബാച്ചിൻ്റെയും +2ൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സേ ബാച്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഒട്ടും ബേസ് അറിയാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും 100% പാസ് ഗ്യാരൻറ്റിയോടുകൂടാണ് ഈ ഒരു ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാ കൺസെപ്റ്റും വളരെ ഈസി ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലനേഷൻസ്, ക്വിക്ക് റിവിഷൻ മെറ്റീരിയൽസ്, ഇങ്ങനെ നിങ്ങൾ എങ്ങനെയൊക്കെ പാസ്സാക്കാൻ പറ്റുമോ അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ +2ൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ +2ൻ്റെ ക്ലാസ്സും ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് 2026 ജൂണിൽ നടക്കുന്ന സേ എക്സാം എഴുതാൻ പറ്റാത്തത് എന്ന് ആദ്യം നോക്കാം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ ജൂണിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ വ്യക്തമാണ്. നിങ്ങൾ മാർച്ചിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ 2026 ജൂണിൽ നടക്കുന്ന എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ചാൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും സേ എക്സാം എഴുതാനായിട്ട് ചാൻസ് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ നോർമലി അടുത്ത ഡൗട്ട് ചോദിക്കില്ലേ, അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റും അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ഇമ്പ്രൂവ്മെൻറ്റ് റെഗുലർ സ്റ്റുഡൻസിന് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയ എക്സാം ആണ്. അതായത് ഈ വർഷമാണ് +2 കഴിഞ്ഞത് എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്ത നിങ്ങളുടെ ഡൗട്ടായിരിക്കും, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റിയില്ല, അത് ഓക്കെ ആണ്, അപ്പം ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് അടുത്തത് രജിസ്റ്റർ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത ചാൻസ് എന്ന് പറയുന്നത് നവംബറിൽ നടക്കുന്ന സേ എക്സാം ആണ് കേട്ടോ. സോ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തില്ല, എക്സാം എഴുതാൻ പറ്റിയില്ല എന്നാലോചിച്ച് വെറിയിടാവേണ്ട യാതൊരു കാര്യവുമില്ല. നവംബറിലേക്കാണ് ഇനി അടുത്ത രജിസ്ട്രേഷൻ വരുന്നത്. അതായത് നമുക്ക് ഏകദേശം ഒക്ടോബർ ആകുമ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നവംബറിലെ എക്സാം എഴുതാനായിട്ട് സാധിക്കും. അധികം സ്റ്റുഡൻസിനും അറിയാത്തൊരു കാര്യമാണ് നവംബറിൽ സേ എക്സാം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഈ ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറക്കരുത്, നവംബറിൽ അഗെയിൻ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് ടൈമിന് ലഭിക്കാനായി നമ്മൾ ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.